ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആർപ്പും ആരവവും ഒഴിയുമ്പോൾ ഇനി കേരളം ഉറ്റുനോക്കുന്നത് പാലക്കാട് ചേലക്കര മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളിലേക്കാണ്. ഇപ്പോഴിതാ പാലക്കാട് കോൺഗ്രസിന്റെ സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്ന വിവരം പുറത്തുവരുന്നു. ചലച്ചിത്ര താരം രമേശ് പിഷാരടിയാകും പാലക്കാട് UDF സ്ഥാനാർത്ഥിയായി എത്തുക എന്ന റിപ്പോർട്ടുണ്ട്. UDFന്റെ എല്ലാ പ്രതീക്ഷയും തകർത്തുകൊണ്ട് പാലക്കാട് BJP സ്ഥാനാർത്ഥിയായി ശോഭാ സുരേന്ദ്രനും എത്തും. രമേശ് പിഷാരടിക്കൊപ്പം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരും സജീവ പരിഗണനയിൽ എന്നാണ് വിവരം. എന്നാൽ UDFനൊപ്പം താനുണ്ടാകും, മത്സര രംഗത്തേക്ക് ഇല്ലെന്നാണ് പിഷാരടിയുടെ പ്രതികരണം. പാലക്കാടും ചേലക്കരയിലും വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പ് UDFനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണ്. കാരണം സംസ്ഥാനത്ത് UDF തരംഗം നിലനിൽക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഈ രണ്ട് ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന് വിജയം ഉറപ്പാക്കേണ്ടി വരും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീധരനും ഷാഫി പറമ്പിലും ഇഞ്ചോടിഞ്ച് പോരാട്ടം കാഴ്ചവെച്ച് ഷാഫി വലിയ വിജയം നേടിയ മണ്ഡലമാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ ഷാഫിയുടെ പിന്തുടർച്ചക്കാരൻ ആരായിരിക്കും എന്ന ചോദ്യം വളരെ പ്രധാനമാണ്. ഒപ്പം ഇത്തവണ ഒരു പരീക്ഷണത്തിന് കോൺഗ്രസോ UDFോ തയ്യാറാകില്ലെന്നും നമുക്കറിയാം. കൂടാതെ BJPയും ഇവിടെ കടുത്ത വെല്ലുവിളിയായിരിക്കും. ഈ സാഹചര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് കോൺഗ്രസ് സഹയാത്രികനായ രമേശ് പിഷാരടിയുടെ പേര് സജീവമായി ചർച്ചയിലേക്ക് വരുന്നത്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വമടക്കം ഈ പേര് പരിശോധിക്കുകയും ചെയ്തു. രമേശ് പിഷാരടി പാലക്കാട് സ്വദേശിയാണെന്നുള്ളതും യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും അടക്കം സംസ്ഥാന ക്യാമ്പുകളിൽ പിഷാരടിയുടെ സാന്നിധ്യവും ദീർഘകാലമായുള്ള കോൺഗ്രസ് വേദികളിലെ സജീവ സാന്നിധ്യവും ഒക്കെയാണ് പിഷാരടിയുടെ യോഗ്യതയായി കോൺഗ്രസ് കാണുന്നത്. ശരിയാണ്, തിരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം പിഷാരടിയുടെ സാന്നിധ്യം വളരെ വലുതായിരുന്നു. ഷാഫി പറമ്പിലിന് വേണ്ടി നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരെ സജീവമായി പ്രവർത്തിച്ചു. ആലപ്പുഴയിൽ KC വേണുഗോപാലിന് വേണ്ടിയും സജീവമായി രമേശ് പിഷാരടി പ്രചരണം നടത്തി. ഇതുകൊണ്ട് മാത്രം എങ്ങനെ ഒരു സ്ഥാനാർത്ഥി എന്ന യോഗ്യതയിലേക്ക് രമേശ് പിഷാരടി എത്തി എന്ന കാര്യം കൂടുതൽ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒരു പൊതുപ്രവർത്തകനാണല്ലോ എപ്പോഴും ഒരു രാഷ്ട്രീയ നേതാവായി മാറുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഏത് പ്രവർത്തന മണ്ഡലത്തിലാണ് പിഷാരടി സജീവമായിരുന്നത് എന്നുകൂടി കോൺഗ്രസ് വ്യക്തമാക്കേണ്ടി വരും. ഒരു ചലച്ചിത്ര നടൻ, ഹാസ്യ നടൻ എന്നതിലുപരി ജനങ്ങൾക്കിടയിൽ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് പിഷാരടി നടത്തിയിട്ടുള്ളത്? പിഷാരടിയുടെ ഉറ്റ സുഹൃത്തു കൂടിയായ ധർമ്മജൻ ബോൾഗാട്ടി ബാലുശ്ശേരിയിൽ പരാജയപ്പെട്ട ഒരു ചരിത്രം കൂടി കോൺഗ്രസിന് മുൻപിൽ ഉള്ളപ്പോൾ തന്നെയാണ് അടുത്തൊരു സാഹസത്തിന് കോൺഗ്രസ് മുതിരുന്നത്, അതും പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ. കാരണം ഷാഫി പറമ്പിലിനെ പോലെ ഒരു ജനസമ്മതനായ നേതാവ് നിന്നതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പാലക്കാട് മണ്ഡലം സ്വന്തമാക്കാൻ കഴിഞ്ഞത് തന്നെ. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വിഭാഗത്തിന്റെയും വോട്ട് ഉറപ്പിക്കുക എന്നതാണ് UDF നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി, പ്രത്യേകിച്ച് വിവിധ രാഷ്ട്രീയ പാർട്ടികളുടേത്. കോൺഗ്രസ് പാലക്കാട് സർപ്രൈസ് സ്ഥാനാർത്ഥിയായി രമേശ് പിഷാരടിയെ ഇറക്കുമ്പോൾ BJP കൊടുവാൾ വീശുന്നത് പോലെ ശോഭാ സുരേന്ദ്രനെ കളത്തിലിറക്കാനാണ് ഒരുങ്ങുന്നത്. അങ്ങനെ വരുമ്പോൾ BJPയുമായി ശക്തമായ ഒരു പോരാട്ടം തന്നെ UDFന് ഇവിടെ നടത്തേണ്ടി വരും. അങ്ങനെയെങ്കിൽ CPM കേന്ദ്രങ്ങളിലെ ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കൂടി UDF ഉറപ്പാക്കേണ്ടി വരും, അതും സമാഹരിക്കേണ്ടിയും വരും. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരാണ് ആദ്യഘട്ടത്തിൽ ഉയർന്നത്. ഒപ്പം K മുരളീധരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കളുടെ പേരും ഉയർന്നു കേട്ടിരുന്നു. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിന് ഇപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട ചുമതലകളുണ്ട്. ഇനിയും ഒട്ടേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുമുണ്ട്. ഈ ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ മത്സരിപ്പിക്കുന്നത് സംഘടനയ്ക്ക് അത്ര ഗുണകരമാകില്ല എന്ന വിലയിരുത്തലും പാർട്ടി നേതൃത്വത്തിനുള്ളിൽ ഉണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം അല്ലെങ്കിൽ ഒരു പടി കൂടി സാധ്യത കൂടുതലുള്ളത് ഇപ്പോൾ രമേശ് പിഷാരടിക്ക് തന്നെയാണ്. എന്നാൽ ഇതിലെ വിജയ സാധ്യതയാണ് കുഴപ്പിക്കാൻ പോകുന്നത്. പാലക്കാട്ടുകാരനായതുകൊണ്ട് മാത്രം പിഷാരടിക്ക് സ്ഥാനാർത്ഥിത്വത്തിൽ പ്രഥമ പരിഗണന കൊടുക്കുന്നത് UDFന്റെ ഏറ്റവും വലിയ മണ്ടത്തരം തന്നെയാണ്. ഷാഫി പറമ്പിലിനെ പോലൊരു ശക്തനായ നേതാവിന് പകരക്കാരനാവാൻ പിഷാരടി പോരാ എന്നത് തന്നെയാണ് ഈ മണ്ടത്തരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ കേന്ദ്ര നേതൃത്വത്തിന് പോലും പ്രിയപ്പെട്ട ശോഭാ സുരേന്ദ്രനെ പാലക്കാട് മണ്ഡലത്തിൽ കളത്തിലിറക്കി കളിക്കാനാണ് BJP നേതൃത്വത്തിന്റെ തീരുമാനം.
ചരിത്രം പരിശോധിച്ചാൽ ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായാൽ പോലും ശോഭയുടെ വോട്ടിന്റെ ഭൂരിപക്ഷത്തെ മറികടക്കുക അത്ര നിസ്സാരമായ കാര്യവുമല്ല. രമേശ് പിഷാരടിക്ക് മറുഭാഗത്തെ വോട്ടുകൾ കൂടി കിട്ടണം. അതായത് ഇടതുപക്ഷ പാളയത്തിലെ വോട്ടുകൾ കൂടി കിട്ടിയാലേ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയിച്ചു കയറാൻ സാധിക്കൂ. അതിനുള്ള ശേഷി എന്തായാലും രമേശ് പിഷാരടിക്ക് ഇല്ല. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ് പാലക്കാട് ഒരു ഭാഗ്യപരീക്ഷണം നടത്താനാണ് പോകുന്നത് എന്ന് പറയാം. അല്ലെങ്കിൽ മറ്റേതെങ്കിലും കരുത്തനായ നേതാവിനെ കളത്തിലിറക്കേണ്ടി വരും. ഈ സാഹചര്യമൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെയാണ് UDF-നൊപ്പം താൻ ഉണ്ടാകുമെന്നും എന്നാൽ മത്സര രംഗത്തേക്ക് താനില്ലെന്നും പിഷാരടി പ്രതികരിച്ചിരിക്കുന്നത്.